നിങ്ങൾ ജിമ്മിൽ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. 1 റെപ്പ് മാക്സ്, 2 റെപ്പ് മാക്സ്, 8 റെപ്പ് മാക്സ്. എന്താണ് ഈ 1 റെപ്പ് മാക്സിൻ്റെ അർത്ഥം? ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ ഒരു വർക്കൗട്ട് എടുക്കാം. ഡെഡ് ലിഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡെഡ് ലിഫ്റ്റ് വർക്കൗട്ട്. ഇതറിയാത്ത ആളുകൾ വളരെ ചുരുക്കമാണ് ജിമ്മിൽ പോകുന്നത്. അപ്പം ഈ ഡെഡ് ലിഫ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് മാക്സിമം എന്തോരം വെയിറ്റ് വെക്കാൻ പറ്റും. മാക്സിമം ഇപ്പം ഒരാളെ എടുക്കുവാണെങ്കിൽ അയാൾക്ക് മാക്സിമം, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മാക്സിമം എൻ്റെ 170 കിലോ ആണ് എൻ്റെ 1 റെപ്പ് മാക്സ് എന്ന് അസ്യൂം ചെയ്തത്. 170 കിലോയെ കൂടുതൽ എനിക്ക് പൊക്കാൻ പറ്റില്ല. 171 കിലോ ആയാൽ എനിക്കത് പൊക്കാൻ പറ്റത്തില്ല. 170 കിലോ ആണെങ്കിൽ എനിക്കത് ഒരു തവണ പൊക്കാൻ പറ്റും. ചിലപ്പോൾ 160 കിലോ എനിക്ക് 2 തവണ പൊക്കാൻ പറ്റും. അപ്പം 160 കിലോ ആണ് എൻ്റെ 2 റെപ്പ് മാക്സ്. അപ്പം അതുപോലെ നിങ്ങൾക്ക് എന്ത് എക്സസൈസ് ആണെങ്കിലും അതിൽ മാക്സിമം ഇപ്പം ബെഞ്ച് പ്രസ് ആണെങ്കിൽ അതിൽ മാക്സിമം നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന വെയിറ്റ്, കറക്റ്റ് ലിഫ്റ്റ് ചെയ്ത് അതേ ഫോമിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ്, അതാണ് 1 റെപ്പ് മാക്സ്. ഇപ്പോൾ ഈ 1 റെപ്പ് മാക്സ് കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ 1 റെപ്പ് മാക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 1 റെപ്പ് മാക്സ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ സ്ട്രെങ്ത് അറിയാൻ പറ്റും. അതല്ലാണ്ട് എന്ത് ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നത്? അതോ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ 1 റെപ്പ് മാക്സ് ശ്രമിക്കുന്നതിലൂടെ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ പതുക്കെ നശിപ്പിക്കുകയാണോ? ഇത് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ 1 റെപ്പ് മാക്സ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നും, നമ്മൾ ഭയങ്കര സംഭവമായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ 1 റെപ്പ് മാക്സ് ശ്രമിക്കുന്നതിലൂടെ ഇഞ്ചറി വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം നിങ്ങളൊന്ന് ഓർത്തേ, 70% അടുത്താണ് നിങ്ങൾക്ക് ഇഞ്ചറി വരാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. നിങ്ങളുടെ ജോയിൻസ്, ടെൻഡൻസ്, ലിഗമെന്റ്സ് ഇതെല്ലാം ഒരു റിസ്കിലാണ്. ഒരു റോങ് മൂവ് മതി നിങ്ങളുടെ ലൈഫിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇഞ്ചറി കാണും. എന്നുവെച്ചാൽ കൈയും കാലും പൊക്കാൻ പറ്റാത്ത പോലെയല്ല, ഇപ്പോൾ ഒരു പെയിൻ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ലോവർ ബാക്കിന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുട്ടിന് വന്നു കഴിഞ്ഞാൽ, ACL വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ ഒരിക്കലും പോകത്തില്ല. ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇത് വീണ്ടും തിരിച്ചു വരും. സർജറിയിലൂടെ ഈ പെയിനൊക്കെ നമുക്ക് ഒന്ന് ഡിമൈസ് ചെയ്ത് വെക്കാമെങ്കിൽ പോലും പിന്നീട് ഇതൊക്കെ പൊങ്ങി വരും. അപ്പം ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. പിന്നെ നിങ്ങളുടെ സെൻട്രൽ നെർവ് സിസ്റ്റം ഉണ്ടല്ലോ, CNS. ഈ സെൻട്രൽ നെർവ് സിസ്റ്റമാണ് നമ്മുടെ നമുക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം ഈ മോട്ടോർ ന്യൂറോൺസ് എല്ലാം കൺട്രോൾ ചെയ്യുന്ന സെൻട്രൽ നെർവ് സിസ്റ്റമാണ്. ഇതിനെ ഭയങ്കരമായിട്ട് വീക്കാക്കും. അപ്പം നമ്മൾ ഈ 1 റെപ്പ് മാക്സ് എപ്പോഴും ശ്രമിക്കുന്നതിലൂടെ നമ്മളൊരു ഏജ് ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര സ്ലോ ഡൗൺ ആകാൻ ചാൻസ് ഉണ്ട്. ചില മൂവ്മെന്റ്സിലൊക്കെ നമുക്ക് വീക്ക്നെസ് വരാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ ഈ നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിന് ഭയങ്കര സ്ട്രെസ് കിട്ടുമ്പോഴാണ്. അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് കിട്ടുന്നത് നമുക്ക് ഈ 1 റെപ്പ് മാക്സ് പോലത്തെ വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ്. 1 റെപ്പ് മാക്സ് പോലത്തെ വർക്കൗട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏത് വർക്കൗട്ട് ആണെങ്കിലും അതിൽ 1 റെപ്പ് മാക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ 1 റെപ്പ് മാക്സ് ശ്രമിക്കുന്നതിലൂടെയാണ് മസിൽ ബിൽഡ് ചെയ്യുന്നത്. അത് ശുദ്ധ മണ്ടത്തരമാണ്. നമുക്ക് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ 6 to 12 റെപ്സിൻ്റെ അടുത്ത്, എന്ന് വെച്ചാൽ നിങ്ങളുടെ 1 റെപ്പ് മാക്സ് എന്ന് വെച്ചാൽ 100% വെയിറ്റ് ആണ്. നിങ്ങൾക്ക് 100% പൊക്കാൻ പറ്റുന്ന വെയിറ്റ്. അപ്പം നിങ്ങൾക്ക് പൊക്കാൻ പറ്റുന്ന 60 to 70% വെയിറ്റിൽ നിങ്ങൾ എടുത്താൽ മതി, അല്ലെങ്കിൽ 60 to 75% വെയിറ്റിൽ എടുത്താൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 100 കിലോ നിങ്ങൾക്ക് മാക്സിമം 1 റെപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു 60 മുതൽ 75 കിലോ വരെ നിങ്ങൾക്ക് പൊക്കിയാൽ മതി. ഒരു 8 റെപ്പോ 10 റെപ്പോ അടിച്ചാൽ മതി. അതാണ് മസിൽ ഗെയിൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അതിൽ കൂടുതൽ ഈ 1 റെപ്പ് മാക്സ് ചെയ്താൽ മസിൽ ഗെയിൻ ഒരിക്കലും വരത്തില്ല. പിന്നെ ഈ സ്ട്രെങ്ത് ഉണ്ട്. എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഈ 1 റെപ്പ് മാക്സ് എപ്പോഴും ശ്രമിക്കുന്നതിലൂടെ, എല്ലാ ദിവസവും 1 റെപ്പ് മാക്സ് ശ്രമിക്കുന്നതിലൂടെ സ്ട്രെങ്ത് വരുന്നു. ഒരിക്കലും സ്ട്രെങ്തും വരത്തില്ല. നിങ്ങൾ പവർ ലിഫ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത് നോക്കിയാൽ മതി. പവർ ലിഫ്റ്റേഴ്സൊക്കെ മന്ത്ലി ഒരിക്കലാണ് അവർ 1 റെപ്പ് മാക്സ് ശ്രമിക്കുന്നത്. 4 വീക്ക് ആദ്യം ഡീലോഡ്, പിന്നെ പതുക്കെ 4 ആഴ്ച വെച്ച് വെയിറ്റ് കൂട്ടിയിട്ട് അടുത്ത 4th അല്ലെങ്കിൽ 5th വീക്കാണ് അവർ 1 റെപ്പ് മാക്സ് ചെയ്യുന്നത്. അത് വരെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ കുറച്ച് നാൾ പവർ ലിഫ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാനിപ്പോൾ പവർ ലിഫ്റ്റിംഗ് നിർത്താൻ കാരണം ഇങ്ങനത്തെ കുറേ അറിവുകൾ എനിക്ക് കിട്ടിയോണ്ടാണ്. പിന്നീട് ഞാൻ ഒരു ഫൈറ്റിംഗ് പേഴ്സൻ്റെ ലൈഫ് സ്റ്റൈലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഒരു ഫൈറ്ററിൻ്റെ, ഒരു MMA ട്രെയിനർ അല്ലെങ്കിൽ ഒരു MMA ചെയ്യുന്ന ഒരാളുടെ ഒരു വർക്കൗട്ട്സാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കുറേ മസ്കുലർ എൻഡ്രൻസും കുറേ പവർ ട്രെയിനിങ്ങും പിന്നെ 2 വീക്സ് കിക്ക് ബോക്സിങ്, ഇതൊക്കെയാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു പവർ ലിഫ്റ്റിംഗ്. പക്ഷേ ഇങ്ങനത്തെ കുറേ അറിവുകൾ എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ആ ഫീൽഡിൽ നിന്ന് പതുക്കെ മാറിയത്. പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ 1 റെപ്പ് മാക്സ് ശ്രമിക്കുന്നതുകൊണ്ട് ഒരു കുറ്റവും ഇല്ല. ഇപ്പോൾ വർഷത്തിൽ 1 or 2 പ്രാവശ്യം നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണേ മാത്രം. ഇത് ചെയ്തെന്ന് വെച്ച് വലിയ സംഭവമൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ സ്ട്രെങ്ത് അറിയണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ 1 റെപ്പ് മാക്സ് വർഷത്തിൽ 1 or 2 പ്രാവശ്യം ശ്രമിക്കുന്നതിൽ ഒരു കുറ്റവും ഇല്ല.
പക്ഷേ അപ്പോഴും ഇഞ്ചറി വരാനുള്ള ചാൻസ് ഞാൻ ഈ പറഞ്ഞ പോലെ 70% അടുത്തുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരിക്കലും വൺ റെപ്പ് മാക്സ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒട്ടും ഉറക്കമില്ലാത്തൊരു വീക്കാണെങ്കിൽ നിങ്ങൾ ഇത് ശ്രമിക്കല്ല്. ഒട്ടും വെള്ളം കുടിക്കാത്തൊരു വീക്കാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കല്ല്. ഇല്ലെങ്കിൽ അത്യാവശ്യം ന്യൂട്രിയൻസും നിങ്ങൾക്ക് വേണ്ട ഫുഡൊന്നും കിട്ടാത്തൊരു വീക്കാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കല്ല്. ഇതെല്ലാം നിങ്ങൾക്ക് പക്കയായിട്ട് തോന്നിയാൽ മാത്രമേ ചെയ്യാവുള്ളൂ. ഇതൊക്കെ ചെയ്താൽ പോലും ഇഞ്ചറിക്കുള്ള റിസ്ക് നന്നായിട്ടുണ്ട്. പക്ഷേ ശ്രമിക്കുമെന്നുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം വൺ റെപ്പ് മാക്സിനെ പറ്റി എനിക്ക് ഇത്ര പറയാനുള്ളൂ. പിന്നെ കുറേ പേര് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ വൺ റെപ്പ് മാക്സ് ഇങ്ങനെ സ്ട്രെങ്തിന് വേണ്ടിയിട്ടൊക്കെ. ഇത് ഒരു പവർ ലിഫ്റ്റിംഗ് രീതിയിൽ ചെയ്താൽ കുഴപ്പമില്ല. ഒരു അത്യാവശ്യം നമുക്ക് അധികം ഇഞ്ചറി ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ പേര് ജിമ്മ് തന്നെയുണ്ട്. 1RM എന്നൊക്കെ പറഞ്ഞ ജിമ്മ് തന്നെയുണ്ട് ഇതിൻ്റെ പേര്. അപ്പം എനിക്കറിഞ്ഞൂടെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. പക്ഷേ ഇതിനിപ്പോൾ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്ത് വരുവാണ്. ഇപ്പം ബോഡി ബിൽഡിംഗ് ഏരിയയിലാണെങ്കിലും എല്ലാം വേറൊരു തലത്തിലേക്ക് പോയി. അപ്പം എന്താവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.